الله وبركاته. الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وعلى آله وأصحابه أجمعين. ഏറ്റവും സ്നേഹബഹുമാനങ്ങളും ആദരവുകളും നിറഞ്ഞ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ചെയ്യുന്ന മുഴുവൻ നന്മകളും സ്വീകരിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് വന്നുപോയ സർവ്വ പാപങ്ങളും അല്ലാഹു വിട്ടുപുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മളിൽ നിന്ന്, നമ്മുടെ കുടുംബത്തിൽ നിന്നും മരണപ്പെട്ടുപോയ ഒരുപാട് ആളുകളുണ്ട്. അല്ലാഹു അവരെ ബർസഖാവുന്ന ഖബർ ജീവിതം സന്തോഷത്തിലാക്കി കൊടുക്കുമാറാകട്ടെ. പരിശുദ്ധമായ മുഹറം മാസത്തിന്റെ പവിത്രമായ രാവുകളിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. അൽഹംദുലില്ലാഹ്, ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത് പരിശുദ്ധ മുഹറം മാസത്തെക്കുറിച്ച്, ആ മാസത്തിന്റെ നോമ്പിനെ കുറിച്ച്, ആ മാസത്തിൽ നടന്ന അത്ഭുതങ്ങളെ കുറിച്ച്, ഈ മാസത്തിൽ ചൊല്ലേണ്ടുന്നതായ പ്രധാനപ്പെട്ട 2 ദിക്റുകൾ ഇൻഷാ അല്ലാഹ് വളരെ ചുരുങ്ങിയ നിലയിൽ ഇൻഷാ അല്ലാഹ് പറഞ്ഞ് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. പരിശുദ്ധമായ മുഹറം മാസത്തെ കുറിച്ച് പറയുമ്പോൾ തന്നെ നമുക്ക് പ്രധാനമായിട്ടും പറയേണ്ടുന്നത് ഈ മാസത്തിൻ്റെതായ ആശൂറ, അതായത് മുഹറം 9-ന്റെയും 10-ന്റെയും നോമ്പിനെ കുറിച്ചാണ്. അതിനെക്കുറിച്ച് പറയുമ്പോൾ ആദ്യം തന്നെ നമുക്ക് പറയാം, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പ്രിയപ്പെട്ട സച്ചരിതരായ സഹാബത്തിനോട് മുഹറം മാസത്തിന്റെ പവിത്രതയെ കുറിച്ച് പറഞ്ഞു തുടങ്ങുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു, അഫ്ദലു സിയാമി ബഅദ റമളാൻ, പരിശുദ്ധവും പരിപാവനവുമായ പരിശുദ്ധമായ റമളാൻ മാസത്തിന്റെ നോമ്പ് കഴിഞ്ഞാൽ ഏറ്റവും പ്രാധാന്യമുള്ള നോമ്പ് പരിശുദ്ധ റമളാനിന്റെ നോമ്പ് തന്നെയാണ്. അതിൽ യാതൊരു സംശയവും ആ കാര്യത്തിലില്ല. അതിന്റെ മുകളിൽ കവച്ചു വെക്കുന്ന മറ്റൊരു നോമ്പോ സൽക്കർമ്മങ്ങളോ ഒന്നുമില്ല. പരിശുദ്ധമായ റമളാൻ മാസത്തിന്റെ നോമ്പ് കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠമായ നോമ്പ് എന്ന് പറയുന്നത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഷഹ്റുല്ലാഹിൽ മുഹറം, അത് മുഹറം മാസത്തിന്റെ, അത് അള്ളാഹുവിന്റെ മാസമായ മുഹറം മാസത്തിലെ നോമ്പിനാണെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു എന്ന ഒരു സഹാബി, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നബി തങ്ങളുടെ സ്വഹാബിയാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ പറഞ്ഞു, പരിശുദ്ധ റമളാനിന്റെ നോമ്പ് കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏറ്റവും കൂടുതൽ നോമ്പ് പിടിക്കാൻ ആർത്തിയും, നോമ്പ് പിടിക്കാൻ ആഗ്രഹവും, നോമ്പ് പിടിക്കാനുള്ള സന്തോഷവും നബി തങ്ങൾക്കുണ്ടായത് പരിശുദ്ധമായ മുഹറം മാസത്തിന്റെ നോമ്പിനാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബിയായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പഠിപ്പിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഒരുപാട് മഹത്വമുള്ള നോമ്പല്ലേ പരിശുദ്ധവും പരിപാവനവുമായ റമളാൻ മാസത്തിന്റെ നോമ്പ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ശ്രേഷ്ഠമായ നോമ്പ് മുഹറം മാസത്തിന്റെ നോമ്പാണെന്ന് പറയുമ്പോൾ നമ്മൾ ആലോചിക്കണം, ആ മാസത്തിന്റെ നോമ്പിനെ നിസ്സാരവൽക്കരിക്കാൻ പാടില്ല. ആ മാസത്തിന്റെ നോമ്പിന് അത്രത്തോളം പദവിയും അത്രത്തോളം മഹത്വവും ഉള്ളത് കൊണ്ടല്ലേ അങ്ങനെ പറഞ്ഞത്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ആരെങ്കിലും മുഹറം 10-ന്റെ, അതായത് ആശൂറാ, മുഹറം 9 എന്ന് പറഞ്ഞാൽ താസുആ, മുഹറം 10 എന്ന് പറഞ്ഞാൽ ആശൂറാ, ആരെങ്കിലും മുഹറം 10-ന്റെ നോമ്പ് ആരെങ്കിലും പിടിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്, പറയുകയാണ്, സഹാബത്തേ, 60 വർഷം പകല് നോമ്പ് പിടിച്ച് രാത്രി ഇബാദത്ത് ചെയ്തതിന്റെ കൂലിയാണ് അല്ലാഹു അവന് കൊടുക്കുന്നതെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. മാത്രമല്ല 70 പ്രാവശ്യം പരിശുദ്ധമായ ഹജ്ജും ഉംറയും ചെയ്ത കൂലി അല്ലാഹു അവന് കൊടുക്കുമെന്ന് ഇന്ന് വരെ കളവ് പറയാത്ത നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. അല്ലാഹുവേ, പടച്ചവനെ, ഈ ദിവസത്തിൽ നോമ്പ് പിടിക്കാനുള്ള ആരോഗ്യം ഞങ്ങൾക്ക് നൽകണേ റബ്ബേ. അല്ലാഹുവേ, അതിനുള്ള ഈമാൻ ഞങ്ങൾക്ക് നൽകണേ റബ്ബേ. ഒരിക്കലും നഷ്ടപ്പെടുത്താൻ പാടില്ല പ്രിയപ്പെട്ടവരെ, പൗരുഷപ്പെട്ട സമയമല്ലേ. അതുപോലെ തന്നെ ഒരുപാട് ഹദീസുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ മുഹറവുമായി ബന്ധപ്പെട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്.
പ്രധാനമായിട്ടും മുഹറം 10 ബന്ധപ്പെട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതായ മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാൻ പറ്റും. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഒരു മനുഷ്യൻ, ഒരു വ്യക്തി പരിശുദ്ധമായ മുഹറം 10 തന്റെ കുടുംബക്കാർക്ക് വേണ്ടി, തന്റെ കുടുംബത്തിന് വേണ്ടി ഭക്ഷണ വിശാലത നടത്തിയാൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ആ വർഷം മുഴുവനും അള്ളാഹു അവന്റെ ഭക്ഷണത്തിൽ ബറക്കത്ത് കൊടുക്കുന്നതാണ്. നമ്മുടെ പ്രിയപ്പെട്ട ഭാര്യ, നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മ, നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ, നമ്മുടെ പ്രിയപ്പെട്ട കുടുംബക്കാർക്ക് അവർക്ക് ഇഷ്ടമുള്ള ആഹാരം നമ്മൾ കൊടുക്കുകയാണ്. അവര് പറയുന്ന രീതിയിലുള്ള ആഹാരം കൊടുക്കുകയാണ്. അങ്ങനെ കൊടുക്കുന്നവർക്ക് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, ആ വർഷം മുഴുവനും അള്ളാഹു അവന്റെ ഭക്ഷണത്തിൽ ബറക്കത്ത് കൊടുക്കുന്നതാണ്, വിശാലത കൊടുക്കുന്നതാണ്. ഇത് മുഹറം 10 പ്രത്യേകതയാണ്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചല്ലോ, പുന്നാര ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്, ഈ മുഹറം 10 ആശൂറാ നോമ്പിനെ ആരെങ്കിലും പിടിച്ചാൽ, ആരെങ്കിലും ഈ നോമ്പിനെ നോറ്റിയാൽ, പുന്നാര ഹബീബ് പറയുന്നു, ഈ വർഷം മുഴുവനും അവൻ ചെയ്യുന്നതായ സർവ്വ പാപങ്ങളും അള്ളാഹു പൊരുത്തപ്പെട്ടു കൊടുക്കുമെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതൊക്കെ ഈ മാസത്തിന്റെ, ഈ ദിവസത്തിന്റെ, മുഹറം 10 ശ്രേഷ്ഠമായ മഹത്വമായ ഹദീസുകളാണ്. അതുപോലെ തന്നെ ഈ മാസത്തിൽ, ഈ ആശൂറാ ദിവസത്തിലുള്ള ദുആയ്ക്കുള്ള ഇജാബത്ത്, അതായത് ദുആയ്ക്ക് ഉത്തരം തരുക എന്ന് പറഞ്ഞാൽ വലിയ കാര്യമല്ലേ? അത് പറയുമ്പോൾ നമുക്ക് പറയേണ്ടത് കലീമുല്ലാഹി മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ചാണ്. കലീമുല്ലാഹി മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജനതയ്ക്ക് അള്ളാഹു വലിയ പരീക്ഷണം കൊടുത്തു. കാരണം മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജനത മൂസാ നബിയെ അനുസരിക്കുന്നില്ല. അള്ളാഹു ഒരു വലിയ പരീക്ഷണം കൊടുത്തു. അള്ളാഹു വലിയ ദാരിദ്ര്യം കൊടുക്കുകയാണ്. ആ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജനത മുഴുവനും മൂസാ നബിയുടെ മുമ്പിലേക്ക് വരികയാണ്. വന്നിട്ട് പറഞ്ഞു, നബിയേ, അല്ലയോ പ്രിയപ്പെട്ട മൂസാ നബിയേ, ഞങ്ങളുടെ ഈ പരീക്ഷണം, അള്ളാഹു തന്ന ഈ പരീക്ഷണം ഒന്ന് മാറണം നബിയേ. എന്താണ് പ്രതിവിധി, എന്താണ് പരിഹാരം, ഒന്ന് പറഞ്ഞു തരണം മൂസാ നബിയേ. കലീമുല്ലാഹി മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പടച്ചവനോട് സംസാരിക്കുകയാണ്. അള്ളാഹുമായിട്ട് ഒരുപാട് സംസാരിച്ച പ്രവാചകനാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം. അള്ളാഹുമായിട്ട് സംസാരിക്കുകയാണ്. അള്ളാഹു പറഞ്ഞു, മൂസാ നബിയേ, നിങ്ങളുടെ ജനതയോട് പറയണം നബിയേ, നിങ്ങളുടെ ജനതയോട് പറയണം നബിയേ, പരിശുദ്ധമായ മുഹറം 10 നോമ്പ് പിടിച്ചിട്ട് അവരെന്നോട് ദുആ ചെയ്യാൻ അവരോട് പറയണം നബിയേ. അവരുടെ ദുആ ഞാൻ സ്വീകരിക്കുമെന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മൂസാ നബിയോട് പറയുകയാണ്. ഇതിലൂടെ എന്ത് മനസ്സിലായി? മുഹറം 10 നോമ്പ് പിടിച്ചിട്ട് പടച്ചവനോട് ദുആ ചെയ്താൽ ആ ദുആ അല്ലാഹു സ്വീകരിക്കും, ഒരിക്കലും തട്ടിക്കളയൂല. അല്ലാഹു നമ്മുടെ ദുആയിനെ സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ ദുആയിനെ പരിപൂർണമായും കബൂലാക്കുമാറാകട്ടെ. അതുപോലെ തന്നെ ഈ മാസത്തിൽ ഒരുപാട് അത്ഭുതങ്ങളുടെ മഹാ അത്ഭുതം നടന്നതായ ഒരു മാസമാണ്, ഒരു ദിവസമാണ് മുഹറം അഥവാ മുഹറം 10 എന്ന് പറയുന്നത്. ഒരുപാട് അത്ഭുതങ്ങൾ നടന്നല്ലോ. പ്രധാനമായി നമുക്ക് ചില അത്ഭുതങ്ങൾ ഇൻഷാ അല്ലാഹ് പറയാം. ഏതായ അബൂന അബുൽ ബശർ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം, അബൂന അബുൽ ബശർ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പടച്ചത് മുഹറം 10 മാത്രമല്ല, അബൂന അബുൽ ബശർ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ തൗബ അല്ലാഹു സ്വീകരിച്ചത് മുഹറം 10 ഒരുപാട് അത്ഭുതങ്ങളല്ലേ. ആകാശലോകത്ത് നിന്ന് ഭൂമിയിലേക്ക് ആദ്യമായിട്ട് അല്ലാഹു മഴ വർഷിപ്പിച്ചത് മുഹറം 10 അല്ലാഹു ആകാശത്തെ പടച്ചത് മുഹറം 10 ഈ ദുനിയാവിനെ, ഈ ഭൂമിയെ അല്ലാഹു പടച്ചത് മുഹറം 10 മാത്രമല്ല, പ്രവാചകന്മാരുടെ വിഷയത്തിലേക്ക് വരികയാണെങ്കിൽ മഹാനായ അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, വലിയ രോഗം അല്ലാഹു കൊടുത്തു പരീക്ഷിച്ച പ്രവാചകനാണ് അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. അയ്യൂബ് നബിയുടെ രോഗം എന്തായിരുന്നു? അയ്യൂബ് നബിയുടെ നാവൊഴികെ ശരീരം മുഴുവനും വ്രണമായിരുന്നു.
നമ്മുടെ ഭാഷയിൽ പറഞ്ഞ സോറിയാസിസ് എന്നൊക്കെ പറയാം. അതുപോലത്തെ ശരീരം നിറച്ച് വ്രണം ബാധിച്ച, ശരീരം നിറച്ച് ചൊറിയായിരുന്നു അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെത്. ആ ശരീരം ജനങ്ങൾ അറയ്ക്കുന്ന, ജനങ്ങൾ വെറുക്കുന്ന രീതിയിലുള്ള രോഗത്തെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മഹാനായ അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് കൊടുത്തു പരീക്ഷിക്കുകയാണ്. ഇതൊക്കെ പരീക്ഷണമായിട്ട് അല്ലാഹു കൊടുത്തേ, ശിക്ഷയായിട്ട് കൊടുത്തല്ല. തന്റെ ശരീരം മുഴുവനും വൃത്തിയാക്കി കൊടുത്തിരുന്നത് മഹദിയായ ആ മഹാനവറുകളുടെ പ്രിയപ്പെട്ട ഭാര്യ റഹ്മത്ത് ബീവി റളിയല്ലാഹു തആല അൻഹ. അപ്പൊ വിഷയത്തിലേക്ക് വരാം. അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ രോഗത്തിന് അള്ളാഹു ശമനം കൊടുത്തത് മുഹറം 10 എന്നാണ്. നമ്രൂദിന്റെ തീക്കുണ്ടാരത്തിൽ നിന്നും മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അള്ളാഹു രക്ഷപ്പെടുത്തിയത് മുഹറം 10 എന്നാണ്. അതുപോലെ തന്നെ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം 12 വർഷത്തോളം ജയിലിന്റെ അകത്ത് കിടന്ന മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ജയിൽ മോചിതനായത് മുഹറം 10 എന്നാണ്. യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം തിമിംഗലത്തിന്റെ, മത്സ്യത്തിന്റെ വായിൽ നിന്നും അള്ളാഹു രക്ഷപ്പെടുത്തിയത് മുഹറം 10 എന്നാണ്. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ സിംഹാസനമായ അള്ളാഹുവിന്റെ അർശിനെ 7 വിഭാഗം ആൾക്കാർക്ക് അള്ളാഹുവിന്റെ അർശിന്റെ തണല് കൊടുക്കുമെന്നാണ്. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. അർശിന്റെ തണല് കൊടുക്കുന്ന 7 വിഭാഗത്തിൽ അള്ളാഹു നമ്മളെ ചേർക്കുമാറാകട്ടെ. ആ സിംഹാസനത്തെ അള്ളാഹു പടച്ചിരിക്കുന്നത് മുഹറം 10 എന്നാണെന്ന്. അതുപോലെ തന്നെ മലക്കുകളുടെ നേതാവായിട്ട് അള്ളാഹു പടച്ചിരിക്കുന്ന മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനെ അള്ളാഹു പടച്ചിരിക്കുന്നത് മുഹറം 10 എന്നാണ്. മഹാനായ കരീമുല്ലാഹി മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഖുർആനിൽ ഏറ്റവും കൂടുതൽ പേര് പറഞ്ഞ പ്രവാചകനാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം. ആ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അള്ളാഹു തൗറാത്ത് എന്ന ഗ്രന്ഥം കൊടുത്തത് മുഹറം 10 എന്നാണ്. അതുമാത്രമല്ല, അന റബ്ബുകുമുൽ അഅല, ഞാനാണ് ഏറ്റവും വലിയ റബ്ബെന്ന് പറഞ്ഞ് ഏറ്റവും വലിയ അക്രമിയായ ഭരണാധികാരിയായ ഫറോവയെ അള്ളാഹു കടലിന്റെ താഴ്ചയിലേക്ക് കൊണ്ടുപോയി മുക്കിക്കുന്നത് മുഹറം 10 എന്നാണ്. അതുപോലെ തന്നെ റൂഹുല്ലാഹി ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അള്ളാഹു ആകാശ ലോകത്തേക്ക് ഉയർത്തിക്കൊണ്ടുപോയത് മുഹറം 10 എന്നാണ്. അള്ളാഹുവേ, ഇതൊക്കെ നമ്മൾ ചെറിയ രീതിയിൽ പഠിച്ചു വെച്ചതായ അത്ഭുതങ്ങളാ. പക്ഷെ ഇതിനേക്കാൾ കൂടുതൽ അത്ഭുതങ്ങൾ നടന്ന ദിവസമാണ് മുഹറം 10 മഹത്തുക്കൾ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഒരുപാട് അത്ഭുതങ്ങൾ നിറഞ്ഞതായ മുഹറം 10, ഒരുപാട് അത്ഭുതങ്ങളുടെ മഹാത്ഭുതം നടന്നതായ മുഹറം 10, ഈ മുഹറം 10 ദിവസത്തെ ഒരിക്കലും നിസ്സാരവൽക്കരിക്കാൻ പാടില്ല. അതിന്റെ പ്രധാനപ്പെട്ട സമയങ്ങളെ നഷ്ടപ്പെടുത്താൻ പാടില്ല. അള്ളാഹു സ്വീകരിക്കട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, ആ ദിവസത്തിൽ തുച്ഛമായ സമയങ്ങൾ കൂടി കഴിയുമ്പോൾ മുഹറം 9, 10 നമ്മുടെ മുന്നിലേക്ക് വരികയാണ്. അൽഹംദുലില്ലാ. ഈ മുഹറം 9-ന്റെയും 10-ന്റെയും നോമ്പ് പിടിച്ച് അള്ളാഹുവിന് വേണ്ടി ഇബാദത്ത് ചെയ്യാൻ കാത്തിരിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. പ്രധാനപ്പെട്ട ഏറ്റവും അധികരിപ്പിക്കേണ്ട 2 ദിക്റുകൾ. ഒന്ന്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. ഇതൊരു ദിക്റാണ്. ഈ ദിക്ർ ഒരുപാട് നിങ്ങൾ അധികരിപ്പിക്കണമെന്ന് മഹത്തുക്കൾ പഠിപ്പിക്കുകയാണ്. രണ്ടാമത് മറ്റൊരു ദിക്റുണ്ട്. ഏത് ദിക്റാണ്? ഈ രണ്ടാമത്തെ ദിക്ർ എന്തുകൊണ്ടാണ്? ഒരുപാട് അത്ഭുതങ്ങൾ ഈ ദിവസത്തിൽ നടന്നതുകൊണ്ട് തന്നെ മഹാന്മാര് പറയുന്നു, ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ, നിഅമൽ മൗലാ വ നിഅമൻ നസീർ. ഈ 2 ദിക്റുകൾ ഏതൊക്കെയാണ്? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം, രണ്ടാമത് ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ എന്ന ഈ 2 ദിക്റുകൾ ഇൻഷാ അല്ലാഹ് ഈ മുഹറം മാസത്തിന്റെ 9-നും 10-നും നിങ്ങൾ പതിവാക്കണം, അധികരിപ്പിക്കണം. അള്ളാഹു സ്വീകരിക്കവനെ. പരിശുദ്ധവും പരിപാവനവുമായ റമളാൻ കഴിഞ്ഞാൽ അടുത്ത പൗരുഷപ്പെട്ട
നോമ്പ് പരിശുദ്ധ മുഹറമിന്റെ നോമ്പാണ് റബ്ബേ. അള്ളാഹുവെ അത് പിടിക്കാനുള്ള ആരോഗ്യം ഞങ്ങൾക്ക് നൽകണേ റബ്ബേ. അള്ളാഹുവെ പടച്ചവനെ ആ ദിവസത്തിൽ ദിക്റുകൾ അധികരിപ്പിക്കാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നൽകണേ റബ്ബേ. അള്ളാഹുവെ പടച്ചവനെ ആ ദിവസത്തിൽ നിന്നോട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് റബ്ബേ ഞങ്ങൾക്ക് നീ ഉത്തരം നൽകണേ റബ്ബേ. ഞങ്ങളെ കുടുംബത്തിൽ നിന്ന് മൺമറഞ്ഞു പോയ ഞങ്ങളെ ഉറ്റവര് ഉടയവര് അള്ളാഹുവേ അവരെ ബർസഖാകുന്ന ഖബർ ജീവിതം നീ സന്തോഷത്തിലാക്കി കൊടുക്കണേ റബ്ബേ. ഈ മുഹറം 9-ന്റെയും 10-ന്റെയും പ്രതിഫലം അവരുടെ ഖബറിൽ അള്ളാഹുവേ നീ എത്തിച്ചു കൊടുക്കണേ റബ്ബേ. അള്ളാഹുവേ ആരോരുമില്ലാത്ത ഖബറിന്റെ കത്ത് ഞെങ്ങി ഞെരുങ്ങി അമർന്നു കിടക്കുന്നു റബ്ബേ. അള്ളാഹുവേ പടച്ചവനെ കരുണ നീ അവരിൽ വർഷിപ്പിക്കണേ റബ്ബേ. അള്ളാഹുവെ പടച്ചവനെ നിന്റെ കരുണയല്ലാതെ വേറൊരു കരുണയില്ല റബ്ബേ. അവർക്ക് നീ സമാധാനവും സന്തോഷവും ഖബറിന്റെ അകത്ത് കൊടുക്കണേ റബ്ബേ. ജീവിച്ചിരിക്കുന്ന ഞങ്ങൾക്ക് എല്ലാവർക്കും ആഫിയത്തും ആരോഗ്യവും ദീർഘായുസ്സും നൽകണേ റബ്ബേ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. സ്വല്ലി അലാ ജമീഇൽ അംബിയാഇ വൽ മുർസലീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.